അതിശക്തിയായി കുത്തിയൊഴുകുന്ന ഗംഗാവലിയുടെ മറുകരയിലാണ്. അതായത് അപകടം, രക്ഷാപ്രവർത്തനം ഒക്കെ നടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഒപ്പം പുഴയിലും തിരച്ചിൽ വളരെ വ്യാപകമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. NDRF സംഘം വിവിധ ബോട്ടുകളിലായൊക്കെയാണ് പുഴയിൽ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മണ്ണിട്ട കുറച്ച് പുറകെ തന്നെ പല വലിയ വലിയ മണ്ണിട്ടകളും രൂപപ്പെട്ടിട്ടുണ്ട്. ഇടിഞ്ഞു വന്ന മണ്ണിന്റെ വലിയ പാറക്കെട്ടുകളൊക്കെ ഉണ്ട്. അതിന് മുകളിൽ ഉൾപ്പെടെ കയറിയുള്ള തിരച്ചിൽ അല്പസമയം മുമ്പ് നടത്തിയിട്ടുണ്ട്. ഈ മറുകരയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. 5 വീടുകൾ പൂർണ്ണമായി തകർന്നു. അവരുടെ ഈ വീടുകൾ മണ്ണിനടിയിലായ സ്ഥിതിയാണ്. നിരവധിയായ ആളുകൾ പരിക്കേറ്റിപ്പോഴും ചികിത്സയിൽ തുടരുന്നു എന്നതാണ്. കുമത്തയിലെ താലൂക്ക് ആശുപത്രിയിലെത്തിയാണ് അവർ ചികിത്സയിൽ കഴിയുന്നത്. ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും ഇവിടെ വീടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുക തന്നെ. അതായത് അത്രയും അവശേഷിപ്പുകൾ മാത്രമേ ഉള്ളൂ. വീടിന്റെ തറകൾ ഒക്കെ മാത്രമേ ഉള്ളൂ. മണ്ണിടിഞ്ഞ് പുഴയിലേക്ക് വന്ന് വെള്ളം അതിശക്തിയായി ഇങ്ങോട്ടേക്ക് പതിച്ചതിന്റെ ഭാഗമായാണ് വീടുകൾ ഇങ്ങനെ തകർന്നിട്ടുള്ളത്. ഇവിടെയൊക്കെ തിരച്ചിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. ഇപ്പോഴും ഒരു സ്ത്രീ മണ്ണിനടിയിലുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇത് വെള്ളം 30 അടി ഹൈറ്റിൽ വന്ന് അവിടെ നിന്ന് അടിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. ഈ വീടൊക്കെ അടിച്ചെടുത്തിട്ട് പോയത് അവിടെ ഫുഡ് അങ്ങോട്ട് മലയല്ലേ, ആ മലയിലോട്ട് പോയില്ല, ഇങ്ങോട്ട് അടിച്ചിട്ട് പോയിട്ട് വെള്ളം ഒഴുകി പോയി. ഇവിടെ വരുമ്പോൾ ക്ലീൻ ഇതേ പൊസിഷൻ ഉണ്ടായിരുന്നു, വേറെ ഒന്നും വ്യത്യാസമൊന്നുമില്ല. അത്ര മതി. പിന്നെ ഇവിടെയുള്ള ആളുകളൊക്കെയോ? ഇവിടെയുള്ള ആൾക്കാരും എല്ലാം കുന്തല് പത്തി എല്ലാം അവിടെ നിന്ന് ഇടിഞ്ഞ് വീഴുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ ഓടിയാൽ ഒരു സ്ത്രീ മാത്രം വീട്ടിനുള്ളിൽ കുടുങ്ങി അവർ ഈ മണ്ണിനടി പോയിട്ടുണ്ട്. ബാക്കിയുണ്ടല്ലോ ബാക്കി 25 ആൾ കുമട്ട ആസ്പത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അത് വിട്ട് എനിക്ക് വേറെ ഒന്നും അറിയില്ല. ഇത്രയൊക്കെ. പിന്നെ ബാക്കിയുള്ള സ്വാഭാവികം ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയുന്നതേ ഇത്രയേ ഉള്ളൂ. അവരെല്ലാം ആംബുലൻസിൽ കുമട്ട ആസ്പത്രിയിൽ കൊണ്ടുപോയി. പിന്നെ പ്രത്യേകിച്ച് പറയാനെന്ന് പറഞ്ഞാൽ അവർ എത്ര പ്രയത്നിച്ചിട്ടും മിഷ്യൻ കൊണ്ടുവന്നിട്ട് ആ സ്ത്രീയുടെ മൃതദേഹം കിട്ടിയിട്ടില്ല. അത് ഈ മണ്ണിനടിയിൽ എവിടെ ഉണ്ട്, ഒഴുകിപ്പോയിട്ടില്ലെന്നാണ് ആ നാട്ടുകാർ പറയുന്നത്. എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. ഈ അപകടം നടന്നിട്ടേ എത്ര സമയം കൊണ്ട് രക്ഷാസംഘമൊക്കെ ഇവിടെ അന്നൊന്നും ആരും വന്നിട്ടില്ല. ഇത് പിറ്റേ ദിവസമാണ് എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും ഇത് പൊസിഷമായി മഴ ഗംഭീരമായതിന്റെ പേരിൽ ആർക്കും വരാൻ പറ്റിയിട്ടില്ലെന്നുള്ളതാണ് ഒരു പറച്ചല്. അതിനെപ്പറ്റി എനിക്കുന്നാല് എന്തായാലും പറയുന്നത്.